നമസ്കാരം, നിലവിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വരവൂർ തളി പിലാക്കാട് കുളത്തിൽ വീണ് പെൺകുട്ടി മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസർ മകൾ 19 വയസ്സുള്ള ഹസ്നയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30യോടെയാണ് സംഭവം. തളിയിലെ ബന്ധുവായ തറയിൽ ഹൈദ്രോസിന്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു ഹസ്ന. കുടുംബത്തിലെ മറ്റ് 2 കുട്ടികളുടെ കൂടെ തൊട്ടടുത്ത നെൽവയലിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഹസ്ന വെള്ളത്തിൽ താഴ്ന്നുപോയി. മറ്റ് 2 കുട്ടികളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലിൽ ഇന്നലെ രാത്രി 8:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ KS റഹ്മത്ത്, വില്ലേജ് ഓഫീസർ എന്നിവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്ത് എത്തിയിരുന്നു. തൃത്താല മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. മേഖലയിലെ പ്രധാന പാതയിലും ആൾസഞ്ചാരം കുറഞ്ഞ ഇടവഴികളിലുമാണ് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായ്ക്കൾ അലഞ്ഞു നടക്കുന്നത്. കൂറ്റനാട് തൃത്താല റോഡ്, തൃത്താല അങ്ങാടി, തൃത്താല കുമ്പിടി റോഡ്, തൃത്താല എടപ്പാൾ റോഡ്, ചാത്തന്നൂർ സ്കൂൾ റോഡ്, കൂറ്റനാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് പുറമെ ആനക്കര, കുമ്പിടി, കുമരനെല്ലൂർ, പട്ടിത്തറ, കപ്പൂർ, ചാലിശ്ശേരി മേഖലയിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. പടിഞ്ഞാറങ്ങാടി പറക്കുളം കുന്നിൽ രാത്രികാലങ്ങളിൽ 100 കണക്കിന് തെരുവ് നായ്ക്കളാണ് തമ്പടിക്കുന്നത്. രാത്രി ഇവയെല്ലാം പരസ്പരം കടികൂടി ഈ വഴി പോകുന്ന യാത്രക്കാരുടെ പുറകെ ഓടുന്നതും പതിവാണ്. കാലത്ത് വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രദേശവാസികൾ ഭയപ്പാടോടുകൂടിയാണ് ഈ വഴി കടന്നു പോകുന്നത്. രാവിലെ നടക്കാനിറങ്ങുന്നവർ, വ്യാപാരികൾ, പത്രവിതരണക്കാർ, വിദ്യാർത്ഥികൾ എന്നിവയെല്ലാം ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. തെരുവുനായ്ക്കൾ ബൈക്ക് യാത്രക്കാരെ ആക്രമിക്കുന്നതും യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും തൃത്താല മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. പൊതുസ്ഥലത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നത് നായ്ശല്യം രൂക്ഷമാകാൻ പ്രധാന കാരണം. റോഡ് സൈഡിലും മറ്റും ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങളും മറ്റും റോഡിൽ വലിച്ചഴിച്ചു കൊണ്ടുവന്നിടുകയും ചെയ്യുന്നു. കോഴിക്കടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നത്. മേഖലയിലെ വളർത്തുമൃഗങ്ങളെയും കോഴികളെയും മറ്റും തെരുവുനായ്ക്കൾ വ്യാപകമായി ആക്രമിക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങൾ തകർച്ചയിൽ. ഭൂരിഭാഗം ഇരിപ്പിടങ്ങളും തുരുമ്പെടുത്തു. ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങളാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. ഭൂരിഭാഗം ഇരിപ്പിടങ്ങളും തുരുമ്പെടുത്തു കഴിഞ്ഞു. ഈ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ജില്ലയിലെ തന്നെ പ്രധാന ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് പട്ടാമ്പി. ഇവിടെ നിന്നും വിവിധ ജില്ലകളിലേക്കടക്കം 100 കണക്കിന് ആളുകൾ യാത്ര ചെയ്യാൻ എത്തുന്നുണ്ട്. എന്നാൽ സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാകട്ടെ വലിയ ശോചനീയാവസ്ഥയിലാണ്. ഇവിടുത്തെ ഇരിപ്പിടങ്ങളാണ് യാത്രക്കാരിൽ ഭീതി പടർത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങളെല്ലാം തകരാറിലാണ്. പലതും തുരുമ്പെടുത്ത് നശിച്ചു. പല ഇരിപ്പിടങ്ങളും ഇവിടെ കാണാനില്ല. ഉള്ളതാകട്ടെ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയും വലിയ അപകട സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്ഥിരം യാത്രക്കാരനാണ് പട്ടാമ്പി. പല വഴിക്കും പോകാൻ കൂടെ വരുമ്പോൾ സീറ്റുകളൊക്കെ വളരെ മോശമാണ്. ആൾക്കാർ ഇരിക്കുന്നത് പകുതിയിലധികം കേടുകളിൽ കിടക്കണം. അതൊന്ന് നേരെയാക്കാനുള്ളൊരു നടപടി നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. വർഷങ്ങൾക്ക് മുമ്പ് MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് സാരം. കാലാനുസൃതമായ മാറ്റങ്ങളും ഇവിടെ കൊണ്ടുവരാനായില്ല. നഗരസഭയുടെ അധീനതയുള്ള ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രമെങ്കിലും സുരക്ഷിതമാക്കി നൽകുവാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുനിസിപ്പാലിറ്റി ഭാഗത്തുനിന്നും ഒരു നടപടി എടുക്കില്ല. പട്ടാമ്പിയുടെ MLA എന്ന മൂത്ര ഭാഗത്തുനിന്നും ഒരു നടപടി എടുക്കില്ല. ചോദിക്കുമ്പോഴൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരോടെല്ലാം ജനറലായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അളവെടുത്ത് പോയിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥകളും അഭിമുഖമായ ചില കേൾവികളൊക്കെ കേൾക്കാന്നല്ലാതെ വ്യക്തമായ തീരുമാനത്തിൻ്റെ ഒരു മാപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് ഒരു മത്സരമാണോ പൊതുജനങ്ങളുടെ വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുകയാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ തന്നെ. വാഗ്ദാനങ്ങളും പ്രകടന പത്രികകളും ഒരുപാട് വാഗ്ദാനം നൽകിയിട്ട് അധികാരത്തിൽ കയറി വന്നവരാണ് ഇവരൊക്കെ. പട്ടാമ്പി MLA ആയിക്കോട്ടെ, ചെയർമാൻ സ്ഥാനത്ത് സാഹചര്യം ആയിക്കോട്ടെ, ആരായാലും. പക്ഷേ ഇത് പൊതുമുതൽ താല്പര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണ്ട നടപടി എടുക്കണമെന്നാണ് എൻ്റെ വ്യക്തി. നിങ്ങൾക്ക് ചെവി കേൾക്കുന്നുണ്ടോ, അധികാരികൾക്ക് ചെവി കേൾക്കുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടോ ഇല്ല, അറിയാത്ത പോലെ നടിക്കുക. ഇതൊന്നും സംശയ രീതിയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഞാനിവിടുത്തെ പരിസരവാസി തന്നെയാണ്. ഇവിടെ ജനിച്ചു വളർന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ വളരെയധികം ബുദ്ധിമുട്ട്. പല ആൾക്കാരും ഇവിടെ നിന്ന് വയസ്സായവരും അല്ലാത്തവരും പെട്ടെന്ന് വന്നിരിക്കുമ്പോൾ അപകടത്തിൽ സംഭവിച്ചിട്ട് പലവട്ടം ഇവിടെ നിർത്തുകൊണ്ട സാഹചര്യം നമ്മൾ നേരിട്ട് കണ്ടവരാണ്. അപ്പോൾ ഇനി അത് ആർക്കും ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതലോട് കൂടിയിട്ട് പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ ഉണർത്തുന്നു.
വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ഒന്നിരിക്കണമെന്ന് തോന്നിയാൽ അതിന് കഴിയാത്ത സ്ഥിതിയാണ് ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ കണ്ടാൽ. ഇതെല്ലാം ഒന്ന് നന്നാക്കിക്കൂടി എന്നാണ് യാത്രക്കാരുടെ ചോദ്യം. പട്ടാമ്പി താലൂക്ക് രൂപീകരിച്ചതിന് ശേഷം പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. പൊട്ടിപ്പൊളിഞ്ഞ കസേരകൾ, അതുപോലെ തന്നെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വീണിട്ടൊക്കെ പരിക്ക് പറ്റാൻ ഇരുമ്പിൻ്റെ ഇതാണ്. ഒന്നെങ്കിലും ഇത് പൊളിച്ചു മാറ്റിയെങ്കിലും ചെയ്യണം, ആളുകൾക്ക് വെറുതെ നിൽക്കെങ്കിലും ചെയ്യാനോ. എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തട്ടെ. എന്തായാലും ബഹുമാനായ CP മുഹമ്മദ് MLA വികസനം കൊണ്ട് നിർമ്മിച്ച ഒരു ഇരിപ്പിടമായിരുന്നത്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ചെയ്തതാണ്. ഇപ്പോഴുള്ള അധികാരികളും MLAക്കും ഇതിലൊന്നും തീരെ ശ്രദ്ധയില്ലാതെന്നു. എന്തായാലും പുതിയ നഗരസഭ അധികാരമേറ്റിട്ടുണ്ട്. DP ഷാജിയാണ് ചെയർമാൻ. ഒരു വികസന നായകനാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ദോഷകരമാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇത് മാറ്റിയെടുക്കാൻ ഈ റിപ്പോർട്ട് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയിലെ തിരുവേഗപ്പുറയിൽ പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങി. നിലവിലെ പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുക. കഴിഞ്ഞ ബജറ്റിൽ 5 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ തിരുവേഗപ്പുറയിൽ പുതിയ പാല നിർമ്മാണത്തിനുള്ള നടപടികളാണ് ആവുന്നത്. നിലവിലെ പാലത്തിന് സമാന്തരമായാണ് കൊടുമുടി തിരുവേഗപ്പുറ പാലം നിർമ്മിക്കുക. പദ്ധതിയുടെ വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിനായി വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസം പദ്ധതി പ്രദേശത്ത് പരിശോധന നടത്തി. മണ്ണ് പരിശോധന അടുത്ത ആഴ്ച ആരംഭിക്കാനാണ് തീരുമാനം. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുവേഗപ്പുറ, ഇരുമ്പിളിയം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തിരുവേഗപ്പുറ പാലം നിർമ്മിച്ചത്. നിലവിൽ ഈ പാലം കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. തുടർന്ന് പാലം അടച്ചിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടപ്പാക്കിയിരുന്നു. അതിനു മുമ്പ് 3 വർഷം മുമ്പാണ് പാലത്തിൽ 99 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടപ്പാക്കിയത്. പാലത്തിന് മുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടുള്ള ഗതാഗത നിയന്ത്രണം ഇവിടെ നടപ്പാക്കുക. ഇത് വലിയ യാത്രാക്ലേശത്തിനും ഇടവരുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഹമ്മദ് മൂസൻ MLAയും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLAയും എല്ലാം നിയമസഭയിൽ ഇവിടെ പുതിയ പാലം നിർമ്മിക്കേണ്ട ആവശ്യകത ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഇക്കഴിഞ്ഞ ബജറ്റിലാണ് പാല നിർമ്മാണത്തിന് 5 കോടി രൂപ സർക്കാർ ബജറ്റിൽ അനുവദിച്ചത്. കൂടാതെ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾക്കായി 14,20,000 രൂപയും അനുവദിച്ചിരുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ മലപ്പുറം മഞ്ചേരി ഡിവിഷനാണ് പാലത്തിന്റെ മേൽനോട്ട ചുമതല. വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് വിദഗ്ധ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചത്. അടുത്ത ആഴ്ചയോടെ മണ്ണ് പരിശോധനയ്ക്കായി ഉള്ള പ്രവൃത്തികൾ ആരംഭിക്കും. ഓണക്കാല പച്ചക്കറി കൃഷി ലക്ഷ്യമിട്ട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ പച്ചക്കറി തൈകളുടെ വിതരണം സംഘടിപ്പിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഓണക്കാല പച്ചക്കറി കൃഷി ലക്ഷ്യമിട്ട് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പാണ് തോന്നുന്നു നമ്മൾ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പൂവില്ലാത്ത ഓണമില്ലല്ലോ. അപ്പോൾ ഓണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തത്. അതൊരു വിധമൊക്കെ എല്ലാവരും വീടുകളിലെത്തിയതൊക്കെ വേര് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഓണത്തിന് ഈ പച്ചക്കറി, വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് സുഭിക്ഷമായി ഉണ്ടാവേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചക്കറി തൈകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഒരു 14,000 തൈ ഇവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി തികയാണ്ട് വരികയാണെങ്കിൽ അതുകൂടി നമുക്ക് ഏരിയകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇറക്കാനുള്ള സംവിധാനം ചെയ്യണം. ഈ പഞ്ചായത്തിൽ വിഷരഹിതമായ പച്ചക്കറി കൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള തൈകൾ ഇവിടെ റെഡിയായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യും. അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതൊരു സഹായം തന്നെയാണ്. നമ്മൾ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷമില്ലാത്ത പച്ചക്കറി ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ കൃഷിയുടെ കാര്യമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങളെപ്പോലെ ചെറുതായിട്ട് കൃഷി ചെയ്യുന്നവരാണ് ഇപ്പം ജനപ്രതിനിധികളായാലും. ഈ കൃഷി നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലിയ വെല്ലുവിളിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പച്ചക്കറി ആയാലും അതേപോലെ കിഴങ്ങുവർഗ്ഗം ആയാലും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BP വിജയൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, കൃഷി ഓഫീസർ ഹാരിയ കൃഷ്ണ, മുഹമ്മദ് കബീർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ, രേഷ്മ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഓങ്ങല്ലൂർ മരുതൂർ പാതയുടെ വശം ഇടിഞ്ഞത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ആഴ്ചകൾക്ക് മുൻപ് ലോറി മറിഞ്ഞാണ് പാടത്തിനോട് ചേർന്ന റോഡിന്റെ വശം തകർന്നത്. പുനഃസ്ഥാപിക്കാൻ നടപടിയായിട്ടില്ല.
ഓങ്ങല്ലൂർ മരുതൂർ പാതയിലെ ഓങ്ങല്ലൂർ പാടം ഭാഗത്താണ് റോഡിന്റെ വശമിടിഞ്ഞ് അപകട ഭീഷണി നിലനിൽക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ഓങ്ങല്ലൂർ പാടത്ത് വെച്ച് ലോറി പാടത്തേക്ക് മറിഞ്ഞ സാഹചര്യത്തിലാണ് റോഡിന്റെ വശം ഇടിയാൻ കാരണമായത്. മഴ കനത്തതോടെ ഇടിഞ്ഞ ഭാഗം കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ വഴി പോകുന്ന വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങൽ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമ്പോൾ പട്ടാമ്പിയിലേക്ക് വാഹനങ്ങൾക്കെത്താൻ ഓങ്ങല്ലൂർ മരുതൂർ വഴിയാണ് തിരിച്ചുവിടാറ്. മഞ്ഞളിൽ പാറ നിർമ്മാണം നടക്കുന്ന വേളയിൽ ഈ വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ട വേളയിലാണ് ചരക്ക് ലോറി ഇവിടെ മറിഞ്ഞ് അപകടം സംഭവിച്ചത്. റോഡ് പൂർണ്ണമായും തകർന്നതിനു മുമ്പ് തന്നെ ഇത് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. റോഡ് തകർച്ചയുടെ ഭാഗത്ത് വലിയ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്ന് സംസ്കാര സാഹിതി നിയോജകമണ്ഡലം ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ സജീഷ് മരുതൂരും മോട്ടോർ തൊഴിലാളി യൂണിയൻ മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ വി ഉണ്ണികൃഷ്ണനും സംസ്കാര സാഹിതി നിയോജകമണ്ഡലം സെക്രട്ടറി ഷെബീർ യുക്കയും ആവശ്യപ്പെട്ടു. റോഡിന്റെ പല ഭാഗത്തും ഇതുപോലുള്ള വിള്ളലുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ വിള്ളലുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് ആ റോഡിന്റെ വീതി അവിടെ മാത്രം ഒരു പാച്ച് വർക്ക് ചെയ്യാതെ ഒരു പദ്ധതി തന്നെ അതിന് തയ്യാറാക്കി ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആ റോഡ് വീതി കൂട്ടി കൊണ്ടുപോകണം എന്ന് MLA-യോടും അതേപോലെ തന്നെ പഞ്ചായത്തിനോടും മോട്ടോർ തൊഴിലാളി യൂണിയൻ ഓങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഓങ്ങല്ലൂർ മരുതൂർ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമല്ലാതായിട്ട് പ്രധാനമായിട്ടും ഹെവി വാഹനങ്ങൾ അതിലൂടെ നിരന്തരം പോകുന്ന ഒരു അവസ്ഥ കുറച്ച് ദിവസമായിട്ട് തുടരുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ പാലക്കാട് റോഡ് പണി നടക്കുന്നുണ്ട്. ആ റോഡ് പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്നും ബ്ലോക്കാണ്. MLA പ്രധാനമായിട്ടും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ പണി നടക്കാൻ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് അവിടെ ഹിന്ദിക്കാര് നാട്ടിൽ പോയി അല്ലെങ്കിൽ ഹിന്ദിക്കാര് അവരുടെ വോട്ട് ചെയ്യാൻ പോയി എന്നുള്ള കാരണങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് നഗരസഭയിലേക്ക് വരുമ്പോ അവിടെ ഉള്ള കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവിടെയും റോഡിന്റെ ഒരുപാട് വിഷയങ്ങൾ അവിടെ നഗരസഭയെ കുറ്റപ്പെടുത്തുക. അവിടെ ആ റോഡ് പണി ക്ലിയർ ആയി ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹെവി വാഹനങ്ങൾ പലതും ഇതിലൂടെ തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ചെർപ്പളശ്ശേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ കയറി ഓങ്ങല്ലൂരേക്ക് കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നിരന്തരം ഹെവി വാഹനങ്ങൾ അതേപോലെ ബസ്സുകള് നിരന്തരം യാത്ര ചെയ്തതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ ദുർബലമായിട്ടുള്ള റോഡ് കൂടിയാണ് അത്. കഴിഞ്ഞ CP MLA ആയിരിക്കുന്ന സമയത്താണ് ഈ റോഡ് PWDക്ക് കൊടുത്ത് ആമയൂര് വരെ PWDക്ക് അനുവദിച്ചുകൊണ്ട് ആ റോഡ് നിർമ്മിക്കുന്നത്. പിന്നീട് അതിൽ കാര്യമായ വർക്കുകളൊന്നും നടന്നിട്ടില്ല. പ്രശസ്ത പിന്നണി ഗായിക S. ജാനകിയുടെ വിയോഗത്തിൽ യുവ ഗായിക VS കൃഷ്ണ സംഗീതാഞ്ജലി അർപ്പിച്ചു. ജാനകിയമ്മ അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചാണ് കൃഷ്ണ തന്റെ പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചത്. ജാനകി അമ്മയുടെ ഗാനങ്ങൾ കേട്ടും പാടിയും വളർന്ന പുതുതലമുറയിലെ ഗായികയായ കൃഷ്ണയുടെ ആലാപനം സംഗീതാസ്വാദകരുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഗുരുപാരമ്പര്യത്തോടു കൂടിയുള്ള ആദരവും മുൻ തലമുറ കലാകാരന്മാരോടുള്ള ബഹുമാനവും പ്രകടമാക്കുന്നതായിരുന്നു സംഗീത സമർപ്പണം. വിഷുക്കണി, തകര, രാഗം, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നീ ചിത്രങ്ങളിലെ ജാനകിയം അനശ്വരമാക്കിയ ഗാനങ്ങൾ ആലപിച്ചാണ് കൃഷ്ണ സംഗീതാഞ്ജലി അർപ്പിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ഈ സംഗീത സമർപ്പണം സംഗീത പ്രേമികളുടെ മനം കവർന്നു. കൂറ്റനാട് സ്വദേശിനിയായ VS കൃഷ്ണ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 4-ലെ ഫൈനലിസ്റ്റും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ 2025 സംഗീത മത്സരത്തിലെ ഫൈനലിസ്റ്റുമാണ്. ഇതോടെ നിലയോര വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.